ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡേ ട്രേഡർ ആയാലും ഒരു സ്വിംഗ് ട്രേഡർ ആയാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള $US പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു റെഡ് ലൈനാണ് 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുൻപുള്ളൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു മൂവിങ് ആവറേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്രാഷിൻ്റെ സമയത്തും ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിൽക്കുന്ന 22K എന്ന് പറയുന്ന ഏരിയ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്, അതായത് ആ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു മൂവിങ് ആവറേജ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊരു മൂവിങ് ആവറേജ് ആണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് കൃത്യമായിട്ട് ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാനായിട്ട് പോകുമ്പോഴാണ് പ്രൈസ് ഈ രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട്, ആ ഒരു മൂവിങ് ആവറേജിനെ ഒരു ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിക്കുകയും ദെൻ അവിടേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്തുകയും ദെൻ താഴേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ മൂവിങ് ആവറേജിൻ്റെ ഡയറക്ഷൻ, ഈ മൂവിങ് ആവറേജ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്, മുകളിലേക്കാണ് ഒരു മൂവിങ് ആവറേജ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡും ആയിരിക്കും. അതുപോലെ തന്നെ മൂവിങ് ആവറേജ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, കാരണം മൂവിങ് ആവറേജ് കൃത്യമായിട്ട് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ഈ രീതിയിൽ താഴേക്കുള്ള ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനായിട്ട് തുടങ്ങിയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു മൂവിങ് ആവറേജിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ ഒരു റീടെസ്റ്റ് അവിടേക്ക് നടത്തുകയും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ദിവസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ആഴ്ചകളിലായിരിക്കും കൃത്യമായിട്ട് മൂവിങ് ആവറേജ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതല്ലാതെ കൃത്യമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിങ് ആവറേജ് പെട്ടെന്ന് ഈ രീതിയിൽ താഴേക്ക് പോകും എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീടെസ്റ്റ് എടുത്തുകൊണ്ട് തിരിച്ച് താഴേക്ക് തന്നെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് മൂവിങ് ആവറേജ് ഈ രീതിയിലൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുക, അതായത് ഇനിയുള്ള ആഴ്ചകൾ ഈ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഗ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളൊരു ജൂൺ 29 ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു റീടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോർമലായിട്ടൊരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ ദിവസങ്ങളിൽ മുൻ കാലങ്ങളിൽ കൃത്യമായിട്ടൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 29 ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നത് കൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അവിടേക്കൊരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് ഏകദേശം ഈ ഒരു ലെവലിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, അതായത് 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ കാണാനായിട്ട് പറ്റും. വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് $22,565 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ലെവൽ 22,565 എന്ന് പറയുന്ന ആ ഒരു ലെവൽ കൃത്യമായിട്ട് ആ ഒരു പ്രൈസ് അല്ല നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു 22.5K എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അപ്പോൾ അവിടേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്തുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രൈസ് അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് 22.5K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇവിടെ കൃത്യമായിട്ട് റീടെസ്റ്റ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റീടെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഇത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക്, ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ഈ രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും. പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുക. പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനായിരിക്കും ഇവിടെ സാധ്യത. അതായത് ഈ ഒരു മൂവിങ് ആവറേജിന് കൃത്യമായിട്ട് ഇനി എങ്ങോട്ടാണ് ട്രെൻഡിനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഡയറക്ഷൻ കാണിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്രൈസ് ഈ രീതിയിലൊന്ന് കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ്, ഒരു മാർക്കറ്റ് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മുൻ ദിവസങ്ങളിൽ ഫോം ആയിട്ടുള്ള വീക്ക്ലി റെഡ് ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് ഇവിടെ സെല്ലേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഞാനിവിടെ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാത്രമേ ആ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിന് ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ, അതായത് 21 മുതൽ 22K വരെയുള്ള ആ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2018 ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 18 മുതൽ 20 വരെയുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിക്കൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് 2018 ഫോം ആയിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിരുന്നു നമ്മൾ പിന്നീട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരികയും ദെൻ അവിടെ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പലരും ഇതൊരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊരു ട്രെൻഡ് റിവേഴ്സലായിരിക്കും അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം ഇവിടെയും നമുക്ക് ഇതുപോലുള്ള ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം, ഒരു ബുൾ ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനോട് സംഭവിക്കുകയും ദെൻ വളരെ ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് റിക്കവർ ആവാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്ന് നമുക്ക് നിലവിൽ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ബെയറിഷ് പെനൻറ്റ് ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള പെനൻറ്റ് ചാർട്ട് പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റിയ ഒരു സമയമല്ല എന്ന് ഇപ്പോഴും ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് ഇവിടെയും ഇതുപോലെയുള്ള ഒരു ബെയറിഷ് പെനൻറ്റ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള പെനൻറ്റ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെയും ഇതുപോലെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും വളരെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ നമുക്ക് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇവിടെ സംഭവിച്ചത് കൊണ്ട് ഇവിടെയും സംഭവിക്കുമെന്നല്ല പറയുന്നത്. കാരണം ഈ മന്ത്ലി CPR ഇൻഡിക്കേറ്റർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ഓരോ തവണയും ഓരോ മാസങ്ങളിലും ഈ CPR ലെവൽസിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് കൃത്യമായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ട്രെൻഡുകളിലും ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ CPR ലെവലുകളിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടായിരിക്കും പ്രൈസ് താഴേക്ക് പോകുക. ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ CPR ലെവൽസിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുക. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ്. കാരണം CPR ലെവൽസ് ഓരോ മാസങ്ങളിലെയും താഴേക്കാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ലൈൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ കുറച്ച് ലൈൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുള്ള ആ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിലേക്ക് ഒരു റീടെസ്റ്റ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു 22.5K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. അതാണ് നിങ്ങൾക്ക് ഈ ഗ്രീൻ ലൈനിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു CPR ലെവൽ എന്ന് പറയുന്നത്, അതായത് 24K മുതൽ ഇവിടെ 21K വരെയുള്ള ഈ ഒരു ഏരിയ, അതായത് ഈ 3 CPR ലെവൽസും 21K മുതൽ 24K വരെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു റിജക്ഷൻ പ്രതീക്ഷിക്കാം, താഴോട്ട് ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കാം. ഇനി അതല്ല നമുക്കൊരു അപ് ട്രെൻഡ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവൽസിനെ എല്ലാം ഈ ഒരു 24K എന്ന് പറയുന്ന ലെവലിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഇവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡിലേക്കാണ് ഇത് പോകാനായിട്ട് പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ CPR ലെവൽ ഇപ്പോൾ ഫോം ആയിട്ടുള്ള CPR ലെവലിന് മുകളിലായിട്ട്, അതായത് ഏകദേശം ഈ രീതിയിൽ അടുത്ത മാസത്തെ CPR ലെവൽ ഫോം ആവേണ്ടതുണ്ട്. അതായത് ഇവിടെ ഫോം ആയിട്ടുള്ള CPR ലെവലിന് മുകളിലായിട്ട് ഒരു CPR ലെവൽ അടുത്ത മാസം ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു അപ് ട്രെൻഡിലേക്ക് കടക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പറ്റും. അത് സംഭവിക്കാത്തടത്തോളം കാലവും അതുപോലെ തന്നെ ഈ ഒരു CPR ലെവലിന് അകത്ത് പ്രൈസ് നിൽക്കുന്നിടത്തോളം കാലവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് ഒരു പ്രൈസ് റിജക്ഷൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാസത്തെ CPR ലെവൽസ് നോക്കിയാലും കൃത്യമായിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് പോയിട്ടുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു CPR ലെവൽസിനകത്തായിട്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ കാണാനായിട്ട് പറ്റും. പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് സൈഡ് വേസ് ആയിട്ട് നീങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രൈസ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ CPR ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ്, ഒരു 14K എന്ന് പറയുന്ന ലെവലിലാണ് നമ്മുടെ മന്ത്ലി സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള, അതായത് ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ
അവിടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ CPR ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഈ ഒരു മന്ത്ലി സപ്പോർട്ടിലേക്ക്, അതായത് 24K എന്ന് പറയുന്ന ഈ ഒരു മന്ത്ലി സപ്പോർട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു CPR ലെവലിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടിയപ്പോൾ അവിടുത്തെയും മന്ത്ലി സപ്പോർട്ടിലേക്ക് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. 34K എന്ന് പറയുന്ന മന്ത്ലി സപ്പോർട്ടിലേക്ക് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ CPR ലെവൽസ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു CPR ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 21K മുതൽ 24K വരെയുള്ള ആ ഒരു ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് പോകാതെ, അവിടേക്ക് പോകാത്തിടത്തോളം കാലം നമുക്ക് പ്രൈസ് സ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളൊരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.